ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു IGPod. സോ നമ്മുടെ JEE അഡ്വാൻസിന്റെ റിസൾട്ട് ഇന്ന് വന്നതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന കൺസേൺ ആണ് ഇനി എങ്ങനെയായിരിക്കും ഇതിന്റെ കൗൺസിലിംഗ് പ്രൊസീജിയറുകൾ, എങ്ങനെ IIT-കളിലേക്കും NIT-കളിലേക്കും ഒക്കെ കൗൺസിലിംഗ് നടക്കുന്നത്. സോ നമ്മൾ ഈ വീഡിയോയിലൂടെ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ എൻ്റെയർ അഡ്മിഷൻ പ്രോസസ്സാണ്. നമ്മുടെ കംപ്ലീറ്റ് റോഡ് മാപ്പാണ് IIT-കളിലേക്കും NIT-കളിലേക്കും IIIT-കളിലേക്കും ഒക്കെ എത്തിപ്പെടാനുള്ള. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കേൾക്കുന്ന ഒരു ടേം ആയിരിക്കും ആക്ച്വലി ജോസ എന്ന് പറയുന്നത്. ജോസ മീൻസ് ആക്ച്വലി ജോയിന്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റി ആണ് ആക്ച്വലി. ദെൻ നമ്മുടെ അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും NITസും IITസും കൂടി ചേർന്നാണ്. ഇത് മുഖേനയാണ് ഇന്ത്യയിലുള്ള 23 IIT-കളിലേക്കും 31 NIT-കളിലേക്കും 26 IIIT-കളിലേക്കും സീറ്റ് അലോക്കേറ്റ് ചെയ്യുന്നത്. ദെൻ പിന്നെ JEE മെയിൻ ആൻഡ് JEE അഡ്വാൻസ് സ്കോർ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് നടക്കുന്നത്. ദെൻ ദി എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ IIT-കളിലേക്ക് നിങ്ങളെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് JEE അഡ്വാൻസ് ക്വാളിഫൈ ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് IIT-കളിലേക്ക് സീറ്റ് കൗൺസിലിംഗിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ദെൻ JEE മെയിൻസിൽ മുഖേനയാണെങ്കിൽ നിങ്ങൾക്ക് NIT, IIIT ആൻഡ് അതർ ഗവൺമെന്റ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും എത്തിച്ചേരാം. ദെൻ ദി 12th നിങ്ങൾക്ക് ഇത്ര 75ന്റെ മുകളിൽ മാർക്ക് ഉണ്ടായിരിക്കണം. അത് ആക്ച്വലി നമ്മുടെ JEE മെയിൻസ് രജിസ്റ്റർ ചെയ്യാൻ തന്നെ വേണ്ടതാണ്. ദെൻ ഏജ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് അത് ഓൾറെഡി ഉള്ളതാണ്. ദെൻ നമുക്ക് ദി മെയിൻ സാധനം, അതായത് ജോസയുടെ ടൈം ലൈൻ ആണ് ആക്ച്വലി എല്ലാവർക്കും ഇതാവുന്നത് സാധനം. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കണം. അതായത് നമ്മുടെ JEE അഡ്വാൻസ് റാങ്ക് റിസൾട്ടും റാങ്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ന് പബ്ലിഷ് ആയിട്ടുണ്ട്. അതായത് June 1st. ദെൻ ദി June 2nd എന്ത് വരുന്നത്, ദി രജിസ്ട്രേഷൻ ഓപ്പൺ ആവുന്നത്. June 2nd മുതൽ നമുക്ക് മോക്ക് അലോട്ട്മെന്റ് വരുന്നുണ്ട്. പിന്നെ June 8th നമുക്ക് എന്ത് വരുന്നുണ്ട്, മോക്ക് അലോട്ട്മെന്റ് വരുന്നുണ്ട്. ദെൻ നമ്മുടെ ഫസ്റ്റ് റൗണ്ട്, അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചോയ്സും ഫില്ല് ചെയ്തതൊക്കെ ലോക്ക് ചെയ്യാനുള്ള June 11th നമുക്ക് നമ്മൾ ചോയ്സ് ചെയ്തതൊക്കെ ലോക്ക് ചെയ്യാൻ, അതായത് ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു മോക്ക് അലോട്ട്മെന്റ്, ഒരു ട്രയൽ അലോട്ട്മെന്റ് പോലെ തരും. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് വരുന്നത് ആ ഒരു രീതിക്കുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്യാനൊക്കെ ആ സമയത്ത് ചിലപ്പോൾ പറ്റിയേക്കാം. പക്ഷേ June 11 ശേഷം ഓൾറെഡി ലോക്ക്ഡ് ആവും. നമ്മൾ എന്തൊക്കെയാണോ ചോയ്സുകൾ കൊടുത്തിട്ടുള്ളത് ആ ചോയ്സുകളൊക്കെ ലോക്ക്ഡ് ആവും. ദെൻ പിന്നെ നടക്കുന്നത് എന്ന് വെച്ചാൽ ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ്. ഫസ്റ്റ് അലോട്ട്മെന്റ് നടക്കുന്നത് June 13th. June 13th ഫസ്റ്റ് അലോട്ട്മെന്റ് നടക്കും. ദെൻ June 30 മുതൽ July 16 വരെ എന്ത് നടക്കും, രണ്ടാമത്തെ റൗണ്ട് അലോട്ട്മെന്റ് മുതൽ 5ാമത്തെ റൗണ്ട് അലോട്ട്മെന്റ് വരെ നടക്കും. സോ ഇതോടുകൂടി എന്താവും, നമ്മുടെ IIT-കളിലേക്കുള്ള കൗൺസിലിംഗ് അതോടുകൂടി അവസാനിക്കും. പിന്നെ NIT-കളിലേക്കും ഗവൺമെന്റ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും IIIT-കളിലേക്കും ഒരു ഫൈനൽ റൗണ്ട് എന്നുള്ള രൂപത്തിൽ CSAB മുഖേനയായിരിക്കും അത് നടക്കുന്നുണ്ടാവുക. ദെൻ പിന്നെ കൗൺസിലിംഗിന്റെ പ്രോസസ്സുകൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്തിട്ട് നമ്മുടെ ജോസ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, ലോഗിൻ ചെയ്യണം. ദെൻ അത് നോർമലി നമ്മൾ ഹയർ സെക്കൻഡറിയിലൊക്കെ നമ്മുടെ 10th ഗ്രേഡ് കഴിഞ്ഞിട്ട് 11th-ലേക്കും 12th-ലേക്കും പോകുമ്പോൾ ഓൾറെഡി നമ്മുടെ നമ്മൾ അലോട്ട്മെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. സോ അത് ആ രൂപത്തിൽ തന്നെ ആയിരിക്കും അത് വരിക. ദെൻ ചോയ്സ് ഫില്ലിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും അവിടെ. ആ നമ്മൾ പോർട്ടൽ ജോസ ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് ചൂസ് ചെയ്യേണ്ടി വരും പ്രിഫേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ബ്രാഞ്ച് ആൻഡ് പ്രോഗ്രാം ഇൻ ഓർഡർ പ്രിഫറൻസ് നമുക്ക് വേണ്ട. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ഏതാണ്ട് ഒരു 30ഓളം ഓപ്ഷൻസ് കൊടുത്തിരുന്നു ഞാൻ NIT-ലേക്ക് കയറുന്നതിന് മുമ്പ്. അപ്പോൾ അതുപോലെ നിങ്ങൾ മാക്സിമം ഓപ്ഷൻസ് കൊടുക്കാൻ നോക്കുക. കാരണം ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം കോളേജ് അല്ലെങ്കിലും നിങ്ങൾ താഴെ അടിയിലത്തെ ഓപ്ഷനായിട്ട് നമുക്ക് അത് കിട്ടുമോ ഇല്ലയോ എന്നറിയാൻ നമുക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വെച്ച് നോക്കാം. സോ അതൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. അതിനു മുമ്പ് നിങ്ങൾ എന്തായാലും ഈ മാക്സിമം ഓപ്ഷൻസ് കൊടുക്കാൻ നോക്കുക. ദെൻ സീറ്റ് അലോട്ട്മെന്റ്, അതായത് നമുക്കിപ്പോൾ അലോട്ട്മെന്റിൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് സീറ്റ് കിട്ടുന്ന, നമുക്ക് അത്രയും റാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടും. ദെൻ ചോയ്സ് ഉണ്ടാവും. പിന്നെ സീറ്റിന്റെ അവൈലബിലിറ്റി ആൻഡ് യൂസിങ് ഒപ്റ്റിമൈസ് അൽഗോരിതംസ്. ദെൻ സീറ്റ് അക്സെപ്റ്റ് ചെയ്യണോ റിപ്പോർട്ട് ചെയ്യലും. സീറ്റ് അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സീറ്റ് നമ്മൾ ഓൺലൈനിൽ അക്സെപ്റ്റ് ചെയ്യുക. ദെൻ സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് അടക്കുക. പിന്നെ നമുക്ക് അപ്പം ഉണ്ടാകുന്ന ഓപ്ഷനാണ് ആക്ച്വലി ഫ്രീസ്, ഫ്ലോട്ട്, സ്ലൈഡ്. അത് നമ്മളെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുക. അതായത് നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് ഇപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ചു എന്ന് വെക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഫ്രീസ് എന്നുള്ളത് നമുക്കിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഞാൻ കൊടുത്തപ്പോൾ ഞാൻ കൊടുത്ത 5ാമത്തെ ഓപ്ഷനാണ് എനിക്ക് കിട്ടിയത് എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ എനിക്ക് കിട്ടിയ 5ാമത്തെ ഓപ്ഷന്റെ മുകളിലായിട്ട് എനിക്ക് 4 ഓപ്ഷനുകൾ ഉണ്ടാവും. അപ്പോൾ ആ 4 ഓപ്ഷനുകളൊന്നും എനിക്ക് കൺസിഡർ ചെയ്യുന്നില്ല. എനിക്ക് ഈ കിട്ടിയ 4ാമത്തെ ഓപ്ഷൻ, അതായത് ഇപ്പൊ കിട്ടിയ സീറ്റ് 4ാമത്തെയോ 5ാമത്തെയോ 2ാമത്തെയോ ഓപ്ഷൻ ആണെങ്കിൽ ആ സീറ്റ് ഞാൻ ലോക്ക് ചെയ്യാണ്.
ഇനി എനിക്ക് എന്ത് വേണ്ട, അക്സെപ്റ്റ് ദി സീറ്റ് ഫോർ പെർമനന്റ് ആയിട്ട് ആ സീറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. ദെൻ നോ ഫർദർ അപ്ഡേറ്റ് പോസിബിൾ. നമുക്ക് ഇതിൽ ഇനി മാറ്റം വരുത്താനൊന്നും പറ്റൂല. ഇഫ് യു ആർ, നമുക്ക് കിട്ടിയ സീറ്റ് ഓക്കെ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഫ്രീസ് ചെയ്യുക. ദെൻ പ്രൊസീഡ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പ്രൊസീഡ് ചെയ്യുക. അടുത്തതാണ് എന്ത് പറയുന്നത്, ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ അപ്ഗ്രേഡ് ബെറ്റർ ഓപ്ഷൻസ് എന്നുള്ളതാണ് ആക്ച്വലി. അതായത് നമുക്ക് ഇപ്പോൾ 5th or 6th ഉള്ളതാണ് കിട്ടിയതെങ്കിൽ നമുക്ക് മുകളിലുള്ള ഏത് ഓപ്ഷനുകളിലേക്ക് പോവാ എന്നുള്ള, അതായത് നമ്മളിപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണം, ആ സീറ്റ് അക്സെപ്റ്റ് ചെയ്യണം. പക്ഷേങ്കിൽ ട്രൈ ഫോർ ബെറ്റർ ഓപ്ഷൻ ആൻഡ് കറന്റ് സീറ്റ് ഈസ് ഹെൽഡ് ബാക്കപ്പ്. ആൻഡ് ഈ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മളൊരു 6ാമത്തെ ഓപ്ഷനാണ് നമുക്ക് കിട്ടിയതെന്ന് വെക്കാം. അപ്പൊ നമുക്ക് 3ാമത്തെ ഓപ്ഷൻ ഓൾറെഡി നെക്സ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയാൽ പിന്നെ 3ാമത്തെ ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ഫൈനൽ എന്ന് പറയുന്നത്. നമുക്ക് വീണ്ടും തിരിച്ചിട്ട് 6ാമത്തതിലേക്ക് വരാൻ പറ്റില്ല. ദെൻ അപ്പോൾ ആ പുതിയ കിട്ടിയ സീറ്റ് ആയിരിക്കും ഫൈനൽ. അപ്പോൾ അഥവാ ഇനിയിപ്പോൾ 6ാമത്തെ ഓപ്ഷനിൽ ഫൈനൽ റൗണ്ട് വരെ 6ാമത്തെ ഓപ്ഷൻ തന്നെയാണെങ്കിൽ നിങ്ങൾ ആ 6ാമത്തെ ഓപ്ഷന് പെർമനന്റ്ലി നമ്മൾ സീറ്റ് അലോക്കേറ്റ് ചെയ്യേണ്ടി വരും, സീറ്റ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ദെൻ സ്ലൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ 5ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ 5ാമത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് മുകളിലുള്ളതിൽ ചിലപ്പോൾ ഇപ്പോൾ NITകളിലേക്ക് വരികയാണ്. ഞാനിപ്പോൾ NIT കാലിക്കറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. എനിക്കിപ്പോൾ കിട്ടിയത് 5ാമത്തെ ഓപ്ഷൻ NIT കാലിക്കറ്റ് ആണെന്ന് നോക്കുക. ബട്ട് സ്റ്റിൽ എൻ്റെ മുകളിൽ എന്തുണ്ട്, NIT സൂറത്തുക്കലും NIT വാറങ്കലും ഒക്കെ ഉണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ NIT ട്രിച്ചി ഉണ്ട് എന്ന് നോക്കുക. സോ ഞാൻ NIT ട്രിച്ചിയിൽ എന്ത് ചെയ്യുന്നില്ല, ഇനി എനിക്ക് പോകാൻ താല്പര്യമില്ല, എനിക്ക് NIT കാലിക്കറ്റ് തന്നെ മതി. സോ എൻ്റെ ബെറ്റർ ഓപ്ഷൻ, അതായത് ഇനിയുള്ള ബാക്കിയുള്ള 5എണ്ണത്തിൽ എനിക്ക് NIT കാലിക്കറ്റിൽ തന്നെ എൻ്റെ മുകളിലുള്ള പ്രിഫറൻസ് മതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് സ്ലൈഡാണ് ചെയ്യുന്നത്. അതായത് സെയിം ബ്രാഞ്ച് ബെറ്റർ ബ്രാഞ്ച് സെയിം ഇൻസ്റ്റിറ്റ്യൂഷനിൽ, അവിടെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെയിം ആയിരിക്കും, പക്ഷേ ബ്രാഞ്ചുകൾ മാറാൻ പറ്റും. ദെൻ ഒരു കോളേജ് സ്പെസിഫിക് ആയിട്ട് കൊടുക്കുന്ന ആൾക്കാർക്കായിരിക്കും ആക്ച്വലി അത് ബെനിഫിഷ്യൽ ആയി മാറുക. ദെൻ ഡോക്യുമെന്റ് റെക്കോർഡ് ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ സീറ്റ് നമുക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്റർ ഉണ്ടാവും. അത് നമുക്ക് ജോസ അലോട്ട്മെന്റ് പ്രിന്റ് ഔട്ട് എടുക്കാം. ദെൻ നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ JEE മെയിൻസിന്റെ സ്കോർ കാർഡാണ്. JEE മെയിൻസിലെ അല്ലെങ്കിൽ IITകളാണ് JEE അഡ്വാൻസിന്റെ സ്കോർ കാർഡ്. ദെൻ 10th-ന്റെയും 12th-ന്റെയും നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ. ദെൻ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന, അതായത് നമ്മളെ SLC ബുക്ക് ഇല്ലെങ്കിൽ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്. ദെൻ കാറ്റഗറി ഉണ്ടെങ്കിൽ OBC NCL ആണെങ്കിൽ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ മറ്റേ SC ST സർട്ടിഫിക്കറ്റുകൾ. ദെൻ PW കാൻഡിഡേറ്റ് ആണ്, അംഗവൈകല്യമുള്ള ആൾക്കാണ്, ഡിഫറൻ്റ്ലി ആബിൾഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ആവശ്യമായിട്ട് വരും. ദെൻ റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണ്ട വരും. ദെൻ ആധാർ കാർഡ്, ഫോട്ടോ ID. പിന്നെ നമ്മുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. കഴിഞ്ഞ വർഷം എനിക്ക് ഓർമ്മയുണ്ട്, ആ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ ഓഫീസർ, മെഡിക്കൽ പ്രാക്ടീസർ ആയാൽ മതി. അതായത് നമുക്കൊരു MBBS ഡോക്ടറെ അടുത്തുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഓക്കെയാണ്. പിന്നെ അണ്ടർസ്റ്റാൻഡ് കട്ട് ഓഫുകൾ. പിന്നെ നിങ്ങൾക്കുള്ള ഡൗട്ട് ആയിരിക്കും എന്ത്, അണ്ടർസ്റ്റാൻഡിങ് കട്ട് ഓഫ് എത്രത്തോളം ആയിരിക്കും കട്ട് ഓഫ് എന്നുള്ളത്, എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുക ഈ റാങ്കിന് എനിക്ക് ഈ കോളേജിൽ കിട്ടുമോ. നിങ്ങൾ നോക്കേണ്ടത് എന്ന് വെച്ചാൽ പെർസെൻറ്റൈലല്ല നോക്കേണ്ടത്, റാങ്ക് ആണ്. CRL റാങ്കും OBC റാങ്കും അങ്ങനെ ഏതൊക്കെ കാറ്റഗറിയിലുള്ള റാങ്കാണോ ആ കാറ്റഗറിയിലുള്ള റാങ്ക് എത്രത്തോളം കഴിഞ്ഞ വർഷം കയറിയിട്ടുണ്ട് എന്ന് നോക്കേണ്ടത്. ഓപ്പണിംഗ് റാങ്കും ക്ലോസിംഗ് റാങ്കും നമുക്ക് ജോസയിൽ കഴിഞ്ഞ വർഷത്തെ എത്രത്തോളം കയറിയിട്ടുണ്ട്, ഈ വർഷം എത്രത്തോളം കയറും എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല, പക്ഷേ അത് ഏതാണ്ട് ഒരു സിമിലർ ആയിരിക്കും എന്നുള്ളത് നോക്കുക. ദെൻ അതിൽ നിങ്ങൾക്ക് ലാസ്റ്റ് റൗണ്ടിലെ ഓപ്പണിംഗ് റാങ്ക് എത്രയാന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഓപ്പണിംഗ് റാങ്ക് ഉണ്ടെങ്കിൽ, അതായത് ഓപ്പണിംഗ് റാങ്ക് റിസീവ്ഡ് ഇൻ ദാറ്റ് ഗിവൺ, അത് തരൂ എത്രയാണ് ഓപ്പണിംഗ് റാങ്ക് എന്നുള്ളത്, ലാസ്റ്റ് റൗണ്ടിൽ എത്രത്തോളം ആണ് ഫസ്റ്റ് കയറിയിട്ടുള്ളത്. അതായത് ഇതിന് ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുന്നത് ലാസ്റ്റ് റൗണ്ടിൽ അവസാനമായിട്ട് കയറിയവന്റെ റാങ്ക്. ദെൻ കാറ്റഗറി വൈസ് ആയിട്ട് സെപ്പറേറ്റ് റാങ്കുകൾ കിട്ടും. ജെൻഡർ വൈസും പൂളുണ്ട്. അതായത് ഫീമെയിൽ സൂപ്പർ ന്യൂമററി റിസർവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഫീമെയിൽസിന് കുറച്ചുകൂടെ റാങ്ക് താണാലും കിട്ടുന്നതായിരിക്കും. അതിൻ്റെയൊക്കെ ഇത് നമ്മുടെ ജോസയുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ദെൻ റൗണ്ട് വൈസ് ആയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കഴിഞ്ഞ വർഷത്തത്. ദെൻ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ, ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, യുവർ റാങ്ക് ഈസ് ഓപ്പണിംഗ് റാങ്ക് ആണെങ്കിൽ, നിങ്ങളുടെ റാങ്ക് ഓപ്പണിംഗ് റാങ്ക് ആണ്, നിങ്ങൾക്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി വളരെ വളരെ കൂടുതലാണ്. ബട്ട് നിങ്ങളുടെ റാങ്ക് ക്ലോസിംഗ് റാങ്ക് ആണെങ്കിൽ നിങ്ങൾ ബോർഡർ ലൈനാണുള്ളത് എന്ന് മനസ്സിലാക്കണം. ദെൻ ജോസയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 15 to 20 ചോയ്സ് എങ്കിലും കൊടുക്കാൻ ശ്രമിക്കുക. ദെൻ കമ്പയർ കഴിഞ്ഞ 3 വർഷത്തെ കട്ട് ഓഫുകൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് ഏതാണ്ട് മനസ്സിലാവും എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയിട്ട് മാക്സിമം ചോയ്സുകൾ കൊടുക്കാൻ നോക്കുക.
ദെൻ ഹോം സ്റ്റേറ്റ് കോട്ടകൾ ഉണ്ടാവും. ഇപ്പൊ NIT കാലിക്കറ്റിലായിരിക്കും നമുക്ക് NIT-കളിൽ ഹോം സ്റ്റേറ്റ് കോട്ടകൾ വരുന്നുണ്ട്. സോ NIT കാലിക്കറ്റിൽ നമ്മൾ HS എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരിക. പക്ഷെ ബാക്കിയുള്ള എല്ലാ IIT-കളിലും നമ്മൾ അതർ സ്റ്റേറ്റ് അഥവാ OS എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരിക. സോ അത് വെച്ചിട്ട് തന്നെ നിങ്ങൾ കമ്പയർ ചെയ്യുക. ഇപ്പോൾ നിങ്ങളിപ്പോൾ NIT കാലിക്കറ്റ് മാത്രം കൊടുക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ NIT കാലിക്കറ്റ് മൊത്തം കൊടുത്തതിന് ശേഷം എല്ലാ കോഴ്സുകളും കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, NIT പോണ്ടിച്ചേരിയും NIT ഗോവയൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ അതർ സ്റ്റേറ്റ് റാങ്ക് വെച്ചിട്ട് NIT കാലിക്കറ്റിൽ കിട്ടേണ്ട റാങ്കിനേക്കാൾ താഴെയുള്ള റാങ്ക് മതിയാവും. കാരണം ഇവിടെ നമുക്ക് 50% റിസർവേഷൻ ഉണ്ടെങ്കിൽ പോലും NIT കാലിക്കറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ടോപ്പ് 5-ൽ വരുന്ന NIT ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലാസ്റ്റ് റാങ്ക് വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ താങ്ക് യു. ഇത്രയും സാധനങ്ങളാണ് ആക്ച്വലി ഉള്ളത്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന കൺസേൺ ആണ് ആക്ച്വലി എത്രയായിരിക്കും സീറ്റ് അക്സെപ്റ്റൻസ് ഫീ എന്നുള്ളത്. അത് ഞാൻ ആക്ച്വലി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത് എന്ന് പറഞ്ഞാൽ അത് ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. ഒരു 35,000 ആ ഒരു റേഞ്ചിലാണ് ആക്ച്വലി ഈ വട്ടം പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുന്നത്. OBC-യും എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും എക്സെപ്റ്റ് SC ST-ക്കും പിന്നെ നമ്മുടെ PWD കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും അത് 15,000 എങ്ങാണ്ടാണ് വരുന്നത്. സോ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ജോസയുടെ സൈറ്റ് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ജോസയുടെ സൈറ്റിൽ നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഞാൻ എടുത്തിട്ടുള്ള ഓരോ ഡേറ്റും എന്ന് പറയുന്നത് ജോസയുടെ സൈറ്റിൽ ഓൾറെഡി ഒരു ഫയൽ കിടപ്പുണ്ട്. ജോസ 2026 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫയലിൽ നിങ്ങൾക്ക് ഓരോന്നിൻ്റെ ടൈം ലൈനും ഓരോ ഡേയും ടൈമും വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അതും വേണ്ടതുപോലെ യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾ കൊടുക്കുമ്പോൾ എപ്പോഴും ആക്ച്വലി നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ റോങ് പ്രിഫറൻസ് ഓർഡർ കൊടുക്കാതിരിക്കുക. ഇപ്പോൾ NIT കാലിക്കറ്റാണ് ലക്ഷ്യം വെക്കുന്നത് NIT കാലിക്കറ്റുള്ള ഓപ്ഷൻ വെക്കാതെ അതിന് മുകളിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ NIT കാലിക്കറ്റിനേക്കാൾ അതായത് ടയർ 2-ലോ ടയർ 3-ലോ വരുന്ന കോളേജുകൾ കൊടുക്കാതിരിക്കുക. അപ്പൊ പ്രിഫറൻസ് ഓർഡർ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള ഇതാണ് അല്ലെങ്കിൽ ഇതാണ് എന്നുള്ളത് അത് കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്ത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. ആ ഒരു സമയത്ത് വളരെ കെയർഫുൾ ആയിട്ട് ഇരിക്കുക. പിന്നെ ഡെഡ് ലൈൻ പറയുന്ന ടൈം എത്രയാണ്, എപ്പോഴാണ് അതിന്റെ ലാസ്റ്റ് ഡേ, അതായത് നമ്മുടെ ഫിസിക്കലി റിപ്പോർട്ട് ചെയ്യേണ്ട ഡേ എപ്പോഴാണ് എന്നൊക്കെ കറക്റ്റായിട്ട് നോക്കി വെക്കുക. സോ ഓൾ ദ ബെസ്റ്റ്. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.